ഹലോ ഗൈസ്, വെൽക്കം ടു അനുരാധാസ് വ്ളോഗ്. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. Q&A ആണ്. പിന്നെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. കുറേ പേര് കമൻറ്റിൽ Q&A ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സോറി കേട്ടോ, മീൻസ് ലേറ്റ് ആയതുകൊണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് Q&A ചെയ്യുന്നത് മീൻസ് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യാൻ കഴിയില്ല. മീൻസ് ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പക്ഷേ ഞാൻ പരമാവധി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ഇപ്പം 10-15 ആൾക്കാർ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചേ, ഞാൻ അതിൻ്റെ ഒക്കെ ആൻസർ പറയാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒന്നാമത് എനിക്ക് വീഡിയോ അപ്ലോഡ് മീൻസ് Q&A ചെയ്യാൻ പറ്റാത്തത്, ഞാൻ കോളേജിൽ പോകുന്ന കുറച്ച് ദൂരെയാണ്. അപ്പോൾ രാവിലെ നേരത്തെ പോയിട്ട് വരുന്നത് ലേറ്റായിട്ടാവും, 6:30-7 മണിയൊക്കെയാവും. അപ്പോൾ പിന്നെ ടയേർഡായി ഒക്കെ ആകുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മറ്റ് വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്നല്ലേ. സംഭവം ഞാൻ സൺഡേയിൽ തന്നെ 2-3 വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യലാണ്. പിന്നെ ചിലപ്പോൾ ഒക്കെ ലീവ് ഉണ്ടാകുമ്പോൾ അങ്ങനെ എക്സ്ട്രാ വീഡിയോസ് എടുത്ത് വയ്ക്കും, അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം, വീക്കിലോ 2 വീക്സിലോ ഒരു Q&A അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ എനിക്കറിയാം നിങ്ങളെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നില്ല, ഉണ്ട് കുറേ ക്വസ്റ്റ്യൻസ്. സോ ഞാൻ ഇതിലില്ലേ സംഭവം ആവർത്തിച്ച് ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, അച്ഛന് ബിഹാരിയാണോ അതോ മലയാളിയാണോ എന്ന് കേട്ടോ. അപ്പം എൻ്റെ അച്ഛന് ബിഹാരിയാണ്. ഞാൻ കുറച്ച് മറ്റേ സീരിയലൊക്കെ ഉണ്ടാവില്ലേ, നിന്നിട്ട് റിയാക്ഷൻ തരാൻ, അങ്ങനെ പറഞ്ഞാലോ വേണ്ട, അപ്പം നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കും. അപ്പം അച്ഛന് ബിഹാറിയാണ് കേട്ടോ, മലയാളിയല്ല. പിന്നെ രണ്ടാമത്തെ ചോദിച്ചേ, അമ്മ ബിഹാറിയാണോ അതോ മലയാളിയാണോ? അപ്പം എൻ്റെ അമ്മ ഓൾസോ ബിഹാറിയാണ്. അപ്പം നിങ്ങളെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഞാനെങ്ങനെ ഇത്ര നല്ല മോക്ക് മലയാളം സംസാരിക്കുന്നത് അല്ലേ, സ്വാഭാവികം. അപ്പം ഞാനാണെങ്കിലും ഇങ്ങനെ വേറൊരു വീഡിയോ കാണുകയാണെങ്കിൽ മീൻസ് പറയണത് മലയാളം, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ബിഹാരികളെ പറ്റിയിട്ടാണ്. അപ്പം ശരിക്കും എന്താ എന്നുള്ള എനിക്കൊരു ആകാംക്ഷ ഉണ്ടാവും അറിയാനുള്ള. അപ്പം സംഭവം ഞങ്ങൾ ഫുൾ ഫാമിലി ബിഹാരിയാണ്. ഞങ്ങളെ ഫാമിലി മീൻസ് റിലേറ്റീവിൽ ദൂരെ ആരും മലയാളി ഇല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും ബിഹാരിയാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ മലയാളം അറിയാമെന്ന് അല്ലേ ക്വസ്റ്റ്യന്. ഇതിൽ കമൻറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മോക്ക് ഇങ്ങനെ മലയാളം അറിയാമെന്ന്. അപ്പം എനിക്ക് അറിയാനുള്ള കാരണം, എനിക്ക് 2 മാസമായിട്ടാകുമ്പോൾ എനിക്ക് 2 മാസമായിട്ടാകുമ്പോൾ ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞാനല്ല, എന്നെ കൊണ്ടുവന്നിക്കാം. എനിക്കപ്പോൾ വരാൻ കഴിയില്ല, ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്നെ കൊണ്ടുവന്നിക്കാം കേട്ടോ. അപ്പം ഞാൻ അംഗൻവാടി, LKG UKG 1 to 12 ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ ഡിഗ്രി കേരളത്തിലാണ് ചെയ്യുന്നത്. എനിക്ക് ഡിഗ്രി പുറത്തായിരുന്നു കേട്ടോ ആഗ്രഹം, മീൻസ് ഡൽഹിയിലൊക്കെ പോയി പഠിക്കാമെന്ന്. ഞാൻ അവിടെ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ അവിടെ ചേർന്നതിൻ്റെ ശേഷം ഇവിടെ വിളിച്ച്, അപ്പോൾ എനിക്ക് ഇല്ല എന്നുള്ള ഒരു മീൻസ് എന്തായാലും മനസ്സ് പറയാൻ കഴിഞ്ഞിട്ടില്ല വേണ്ടാന്നുള്ളത്. അത്രയ്ക്കും നല്ലൊരു പ്ലേസാണ് കേരളം, സത്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്ന്. പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഞാൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അമ്മയ്ക്ക് ഇതിൻ്റെ അത്ര മലയാളം അറിയില്ല, അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ. മീൻസ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനാ പോവാം, വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും. അപ്പം അങ്ങനെ ഞാൻ കേരളത്തിൽ തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പം ഞാൻ ഹാപ്പിയാണ് കേരളത്തിൽ. എൻ്റെ നല്ല രസമുള്ള നല്ല ഫ്രണ്ട്സൊക്കെയാണ് കിട്ടിയത്, നല്ല കമ്പനിക്ക് പറ്റിയ മീൻസ് വൈബ് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, ഏറ്റവും കൂടുതൽ എല്ലാ വീഡിയോസിലും ശിവാഞ്ജലി. നിങ്ങൾക്കെല്ലാവരും ഇങ്ങനെ ശിവാഞ്ജലിനെ കണ്ട് പരിചയം ഉണ്ടാവും, വീഡിയോസൊക്കെ അല്ലേ. എനിക്ക് എങ്ങനെയാണ് പരിചയം, എനിക്ക് വീഡിയോസിലൂടെ ഒന്നല്ല, എനിക്ക് ഫേസ് ടു ഫേസ് ആയിട്ടാണ്. ബിക്കോസ് അത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം ചേച്ചി കേട്ടോ.
എനിക്ക് 2 ഏട്ടന് പിന്നെ 2 ചേച്ചിമാരാണ് കേട്ടോ ഉള്ളത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും എൻ്റെ ചെറിയ ചേച്ചി ഇത് അയച്ചു തന്നിരുന്നു അമ്മയ്ക്ക്, ചെറിയ ചേച്ചി അത് വാങ്ങി തന്ന് അത് കൊണ്ട് തന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചെറിയ ചേച്ചി എന്നുള്ള വേർഡ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലൊക്കെ. അപ്പം ആ ചെറിയ ചേച്ചിയാണ് ശിവാഞ്ജലി കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളെ വിചാരിക്കൂ സംഭവം നിങ്ങൾ കമൻറ്റ് ചോദിച്ചിട്ട് എന്താ റിപ്ലൈ തരാത്തതെന്ന്. അപ്പോൾ ഞാനിപ്പം എല്ലാവർക്കും കൂടി റിപ്ലൈ തരണേ. അപ്പോൾ Q&A ചെയ്യുമ്പോൾ അതിലൂടെ പറയാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ഞാൻ ഒരാൾക്ക് റിപ്ലൈ തന്നാൽ പിന്നെ മറ്റാളറിയില്ല, അതിന് റിപ്ലൈ കൊടുത്ത് എനിക്ക് തന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സംഭവം Q&A ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മറ്റേ ഏട്ടൻ്റെ കൂടുണ്ടാക്കില്ലേ, എൻ്റെ അത് ഏട്ടനാണ് സംഭവം. അതിൽ ഞാൻ ഗുലാബ് ജാമുൻ്റെ പോലെ ഞാൻ രസഗുള ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് വയ്ക്കുന്നുണ്ട് ഇതിലൂടെ ഗുലാബ് ജാമുൻ. അപ്പോൾ എനിക്കത് എപ്പോഴും മാറും കേട്ടോ, രസഗുളയും ഗുലാബ് ജാമുൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അതുകൊണ്ട് സോറി കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഞാൻ തൽക്കാലം ഇത്ര ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടൊക്കെ എന്നെ കാണാൻ ഏഷ്യനെ പോലെ തന്നെ ഉണ്ടെന്ന്. അതില്ലേ ചേച്ചി ഇപ്പം അവിടെ പോയതിൻ്റെ ശേഷം മെലിഞ്ഞതാണ്. ഇവിടെ ഉണ്ടാകുമ്പോൾ ഓളിന്ന് വീട്ടിൽ തടി അധികം കേട്ടോ, എൻ്റെ കാട്ടി. അങ്ങനെ ഞങ്ങളെ ഫേസ് ഏകദേശം സെയിമാണ് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ കുറേ പേര് പറഞ്ഞ് സൗണ്ടും ഒരേപോലെ ഉണ്ടല്ലോ എന്ന്. അത് ഇപ്പടി കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഇത്രയും സ്നേഹം മീൻസ് ഇപ്പം കുറേ ലൈക്സ് അതേമാതിരി സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കൂടെ നിന്നതിന് കേട്ടോ. പിന്നെ കുറച്ച് പേര് അതിൽ ചോദിക്കുന്നുണ്ട്, കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പം എവിടെയാണെന്നുള്ളത്, ബീഹാറിലാണോ അതോ കേരളത്തിലാണോ എന്നുള്ളത്. കേരളത്തിൽ എവിടെയാണെന്നുള്ളത്, കേരളത്തിൽ ഞാൻ മലപ്പുറത്താണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാനുള്ളത് കേരളത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം കോളേജൊക്കെ ഉള്ള ടൈമാണല്ലോ, അപ്പോൾ ഞാൻ കേരളത്തിൽ തന്നെ. കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ നാട്ടിൽ പോയിരുന്ന അടുത്ത് അച്ഛമ്മ മരിച്ചിരുന്നു. അപ്പം അച്ഛമ്മ കേട്ടോ, അച്ഛൻ്റെ അമ്മ. അപ്പം അങ്ങനെ നാട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ ഒരു 1 month നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്ന് പറയുമ്പം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പോകുന്നു ഇങ്ങോട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ പറയും അവിടുത്തെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് ഇവിടെ ഓരോ റെസിപ്പികൾ, ഓരോ ഫുഡ്, അവിടുത്തെ കറി അതൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ട് ആണ് ഞാൻ വീഡിയോസ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ പറ്റിയിട്ടാണോ വീഡിയോ വേണ്ടിയെന്നുള്ളത് നിങ്ങൾ സംഭവം കമൻറ്റ് ചെയ്യണേ. എന്താ പറയുക, എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് അറിയാൻ ഇൻട്രസ്റ്റ്. ഇപ്പോൾ കുറേ പേര് സത്തു കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന ആൾക്കാരില്ലേ, ഒരു നോർത്തിൽ പോയി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓർക്കറിയാം അവിടുത്തെ ഈ ഡിഷുകളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ സത്തുവിൻ്റെ ചപ്പാത്തി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടോ. അതിൻ്റെ വീഡിയോ അതിൻ്റെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ സംഭവം ഇപ്പം അതില്ല, എൻ്റെ ഏട്ടൻ വരാണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ ഒരു കൊണ്ടുവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഇവിടെ അച്ഛനൊക്കെ ഉണ്ടാക്കാറിയാം എല്ലാ ഡിഷും നോർത്ത് ഇന്ത്യൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ പറ്റിയിട്ടാണോ വീഡിയോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, എന്നാലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ബീഹാറിൻ്റെ പറ്റിയിട്ട്. പിന്നെ ഫെസ്റ്റിവൽസ് വന്നാലേ എനിക്ക് അതിൻ്റെ പറ്റിയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഇപ്പം ഇനി വരാൻ പോണത് ഹോളി ആണെന്ന എൻ്റെ ഒരു വിചാരം, ഏറ്റവും വലുത് കേട്ടോ. ഫെസ്റ്റിവലായിട്ട് ചെറുത് ഇങ്ങനെ വരും. അപ്പം വരുന്നതനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തായാലും എനിക്കറിയുന്ന അത്ര ഞാൻ പറഞ്ഞുതരും. ഞാനും ബീഹാറിൽ അധികം നിന്നിട്ടില്ല. 1 മാസം ഏറിപ്പോയാൽ 1.5 മാസം നിന്നോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ 1 മാസം എങ്ങനെയൊക്കെയോ. എനിക്കവിടെ ഇഷ്ടമല്ല കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ബീഹാർ ഇഷ്ടമാണോ കേരളം ഇഷ്ടമാണോ. എനിക്ക് അധികം കേരളയാണ് ഇഷ്ടം. പിന്നെ അത് എൻ്റെ ബർത്ത് പ്ലേസ് അതിൻ്റെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടായ്മ ഉണ്ടാവില്ല. എനിക്ക് അവിടെ ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് നിൽക്കുന്നത് ഇഷ്ടം കേരളത്തിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ അടുത്ത Q&A ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ.
പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക് തരണേ. മീൻസ് അതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങളെ ലൈക്സും സപ്പോർട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് മീൻസ് ഒരു വിശ്വാസമാണ് ഞാൻ നല്ലൊരു വീഡിയോസാണ് ചെയ്യണതെന്നുള്ളത്. പക്ഷെ എന്നാലും നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞാൽ ഞാൻ അതനുസരിച്ചിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ രാത്രി എടുക്കണം 10:30. നാളെ എനിക്ക് കോളേജിൽ പോകണം. അപ്പം ഞാൻ എന്തായാലും പോയി ഉറങ്ങട്ടെ കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.